കൊടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഞങ്ങൾക്ക് അരി തന്ന് സഹായിക്കണം. പട്ടിണി അകറ്റാൻ ഇന്ത്യയോട് 50,000 ടൺ അരി നൽകണമെന്ന അപേക്ഷയുമായി ബംഗ്ലാദേശ്. ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ വിള്ളൽ വീണ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് യൂനസ് ആകട്ടെ ഇന്ത്യക്ക് മുന്നിൽ യാചിച്ച് കൈകൂപ്പി നിൽക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഒരു വിദ്യാർത്ഥി നേതാവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബംഗ്ലാദേശ് പണം നൽകിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ അത് നിർത്തിയാൽ ഇന്ത്യ പട്ടിണി കിടക്കുമെന്നായിരുന്നു അവിടെ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇന്ത്യ അരി നൽകിയില്ല എങ്കിലാണ് രാജ്യത്ത് കൂടുതൽ വിശപ്പിന്റെ വിളി ജനം അത് അറിയുകയും അതിൽ വലയാൻ പോവുകയും ചെയ്യുന്നത്. ആഹാരത്തെക്കാൾ വലുതൊന്നുമല്ല പണം. ഇന്ത്യയെ പോലെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ആ ഒരു വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ആ ഒരു രാജ്യത്തെ നോക്കിയാണ് ബംഗ്ലാദേശ് ഭീഷണി മുഴക്കിയത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തിനിടയിൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു പ്രധാന തീരുമാനം കൈക്കൊണ്ടു. അതായത് ബംഗ്ലാദേശിലെ സംഭരണത്തിനായുള്ള ഉപദേശക സമിതിയുടെ തീരുമാനമനുസരിച്ചുകൊണ്ടാണ് യൂനസ് സർക്കാർ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മൊത്തം 1 ലക്ഷം ടൺ അരി വാങ്ങാൻ പോകുന്നത്.